എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മളിന്നൊരു പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ഹസ്തരേഖാശാസ്ത്രം ഏകദേശം 5-6 മാസം വരുന്ന കാലാവധി വരുന്ന ഒരു ക്ലാസ് ആണ്. ഇപ്പൊ എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് മോഹൻ സാറാണ്. പിന്നെ ക്ലാസ് നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. നമ്മുടെ ജ്യോതിഷം, വാസ്തു, വെറ്റില ജ്യോതിഷം, ശംഖ് ജ്യോതിഷം ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടത്തുന്നത്. ഇന്ന് നമ്മൾ ഓൺലൈനിലാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ഇപ്പൊ ക്ലാസ് എടുക്കുന്നതിനിടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന് നടത്തുന്നത്. അതിനുശേഷം റെഗുലർ ആയിട്ടുള്ള ക്ലാസ് ഗ്രൂപ്പിൽ അതിന്റെ ഡേറ്റും കാര്യങ്ങളും. സമയം ഇത് തന്നെ ആയിരിക്കും. 11:45 സമയം, സാധാരണ സമയം. ഇന്ന് നമ്മളിപ്പോ നോക്കിയിട്ടാണ് 11:15 തുടങ്ങിയത്. എല്ലാവരും പിന്നെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാം. പിന്നെ മൈക്കും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഓക്കെ സാറേ, തുടങ്ങാം സാർ. പക്ഷെ ആരംഭിക്കാമല്ലോ. തുടങ്ങാം സാർ, തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹൻ. ഞാനൊരു അധ്യാപകനാണ്, കെമിസ്ട്രി അധ്യാപകനാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കെമിസ്ട്രി പഠിപ്പിക്കലാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഒരു ഹോബിയാണ് ഈ പാമിസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങളറിയുക, എനിക്ക് ഈ സബ്ജക്റ്റിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ആളായിരുന്നു. എന്റെ ഗുരുവിനെ വെല്ലുവിളിക്കാൻ പോയതാണ്. അത് ചെറുപ്പത്തിൽ 20 വയസ്സ് പ്രായമുള്ളപ്പോൾ താങ്കൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വേലായുധൻ നായർ അഥവാ ഉണ്ണിസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തെ സ്കൂൾ അധ്യാപകനാണ്, മാറനല്ലൂര് സ്കൂൾ അധ്യാപകനായിരുന്നു നെയ്യാറ്റിൻകര. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, നിനക്ക് ഈ സബ്ജക്റ്റ് എന്തെങ്കിലും അറിയുമോ? ഞാൻ അദ്ദേഹം പറഞ്ഞു, ഇതൊരു പൊട്ടു സാധനമാണല്ലോ, ഇതൊരു തട്ടിപ്പാണല്ലോ, ഇത് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി ഒന്നുമില്ല, ഇത് തട്ടിപ്പാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തട്ടിപ്പാണെന്ന് പറയുന്നതിന് മുന്നേ നീ ഇതൊന്ന് പഠിച്ചിട്ട് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, ആദ്യം വിഷയം പഠിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ എന്നെ പഠിപ്പിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നെ വരുന്നൊരു 10 വർഷം, അതിശയോക്തി അല്പം പോലും ഇല്ല കേട്ടോ, പഴയ ഗുരുവിന്റെ സമ്പ്രദായമായിരുന്നു. എനിക്ക് അവധിയുള്ള ദിവസം, അദ്ദേഹത്തിന് അവധിയുള്ള ദിവസം, പബ്ലിക് ഹോളിഡേയ്സ്, അദ്ദേഹത്തിന്റെ വീട്ടിലെ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരും. ഞാൻ അവിടെ കസേരയിട്ട് സൈഡിലിരിക്കും. സത്യം പറഞ്ഞാൽ വരുന്ന ആൾക്കാരൊക്കെ എനിക്കൊരു പുച്ഛമായിരുന്നു കേട്ടോ. പക്ഷെ ഈ വന്ന ആൾക്കാര് ചിലപ്പോ ഒരു 6 മാസമോ 1 വർഷമോ ഒക്കെ കഴിയുമ്പോൾ, ചിലത് മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു വരാം. വന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, സാർ അന്ന് പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. അത് കേൾക്കുമ്പോൾ ഒരു കൗതുകം. അപ്പൊ വീണ്ടും അതിങ്ങനെ ഈ പ്രക്രിയ നിരന്തരം വന്നപ്പോൾ ഞാൻ പിന്നെ ഞാൻ സീരിയസ് ആയി. ഞാൻ സീരിയസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 7 മാസമെങ്കിലും എടുത്തതാണ് ആ സബ്ജക്റ്റിൽ നിന്ന് സീരിയസ് ആയി ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും, മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യുക്തിവാദികൾ പറയുന്നതല്ല അതിന്റെ പിന്നിൽ ഇത് വേറെ ചില കാര്യങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായി.
ഒരു 20 വർഷത്തിന് അകത്തായിട്ട് ഇപ്പോ റീസെന്റ് ഞാൻ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രോഗങ്ങളെ കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണെന്ന് എനിക്കറിയാം. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നെയ്യാറ്റിൻകര നിംസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. നിംസ്, നേരത്തെ നിംസില് അവിടുത്തെ ഡോക്ടറുടെ, കാർഡിയോളജിസ്റ്റുകളുടെ സഹായത്തോടു കൂടി ഒരു പഠനം ഞാൻ അവിടെ കണ്ടക്ട് ചെയ്തു. രമേശ്വർ സാറൊക്കെ വളരെ സഹായിച്ചതാണ്. അതിന് കാരണക്കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ വൈസ് പ്രിൻസിപ്പലും കേരളത്തിലെ വളരെ പ്രശസ്തനായ ന്യൂറോ സർജനായ ഡോക്ടർ ശാംബശിവനായിരുന്നു അതിന് കാരണക്കാരനായിരുന്നു. അവിടുന്ന് ഞാൻ കിട്ടിയ 100 പേഷ്യന്റ്, കാർഡിയോ പ്രോബ്ലം ഉള്ള 100 പേഷ്യന്റിന്റെ ഒരു പഠനം പാമിസ്റ്റുമായി ബന്ധപ്പെടുത്തി നടത്തിയപ്പോൾ 96 കേസും ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ ശരിയെന്ന് പറയുവാൻ പറ്റി, കണ്ടെത്താൻ കഴിയും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, ഇവിടെ നമ്മളെ പട്ടത്തുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അവിടെ ഞാൻ ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തു. ആ പ്രോജക്ട് റിപ്പോർട്ട് അവർ ചിത്രയിലെ ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു അനലൈസ് ചെയ്തു. അവരുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായി മറുപടിയും കൊടുത്തു ലൈവായിട്ട്. അവർ ആ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യും, അതൊക്കെ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു അച്ചീവ്മെന്റ് അതാണ്. അതിനുശേഷം ആ പ്രോജക്റ്റുമായിട്ട് ഞാൻ വളരെ മുന്നോട്ട് പോയി. സാങ്കേതികമായ ചില കാര്യങ്ങളുടെ പേരിൽ എനിക്ക് ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, ആ പാരമ്പര്യ രോഗങ്ങൾ ഒരാളിന് വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ, പാരമ്പര്യം ഉദ്ദേശിച്ചത് ജനറ്റിക് റിലേറ്റഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഹെറിഡിറ്ററി എന്നുള്ള അർത്ഥത്തിലല്ല. ഹെറിഡിറ്ററി ആയിട്ടല്ല ഉദ്ദേശിച്ചത്, ജനറ്റിക്. ഇപ്പോ യൂട്രസ് കംപ്ലൈന്റ്, ക്യാൻസർ, കാർഡിയോ, അതോടൊപ്പം തന്നെ കിഡ്നി പ്രോബ്ലംസ്, ഡയബറ്റിക്, റൊമാറ്റിക്, ഇങ്ങനെ തുടങ്ങി വരുന്ന ഈ രോഗങ്ങളൊക്കെ, ആ രോഗം വരുന്നതിന് ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തിന് മുന്നേ തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും, പ്രത്യേകിച്ച് കയ്യിൽ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇതിപ്പോ ക്ലാസ് കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു സംശയവും വേണ്ട. ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള, ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അതിന്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ രോഗത്തിന്റെ വരാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിൽ പ്രകടമാകും, പ്രത്യേകിച്ച് കയ്യിൽ. വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നേരത്തെ അറിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടാവാം. ഉണ്ട്. ഒരു രോഗം വരാനൊരു സാധ്യത നമ്മൾ മനസ്സിലാക്കിയാൽ ആ രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും, മുൻകരുതലുകൾ. ഉദാഹരണം ഞാൻ ഇപ്പൊ പറഞ്ഞ കാർഡിയോ, സ്വാഭാവിക കാർഡിയോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരിലും അല്ലെങ്കിലും കൊളസ്ട്രോൾ ലെവൽ, BP, ഈ 2 ഘടകങ്ങൾ കാർഡിയോ ബാധിക്കുന്ന 2 ഘടകങ്ങളാണ്. ബ്ലോക്ക് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരില്ല. ഇങ്ങനെ ഒരു ലക്ഷണം നമ്മുടെ കയ്യിൽ കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരുപക്ഷെ ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുന്നേ
പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ നിങ്ങളെ ബോഡി ചെക്കപ്പ് നടത്തി നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുഡിലൂടെ. അതോടൊപ്പം തന്നെ നമുക്ക് BP നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുഡിലൂടെയും എക്സസൈസിലൂടെയും യോഗ പ്രാക്ടീസ് ചെയ്തതോടുകൂടി. അപ്പൊ ഒരു ചോദ്യം വരാം, അങ്ങനെ ചെയ്താൽ ഈ രോഗം വരാതിരിക്കോ? വരും. കാരണം അത് ജനറ്റിക് റിലേറ്റഡ് ആണ്, DNA റിലേറ്റഡ് ആണ്. രോഗം ഉറപ്പായിട്ട് വരും. പക്ഷെ രോഗത്തിന്റെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത, അത് കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഒരു 60% ഇന്റൻസിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു അറ്റാക്കിനെ 10-15% താഴെ കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ നമുക്ക് കഴിയും. അത് വളരെ അച്ചീവ്മെന്റ് ആണ്. ഇതല്ല, ഞാൻ ഈ പറഞ്ഞ ഇത്രയും രോഗങ്ങളെ ആ രോഗം വരുന്നതിനും 1 വർഷത്തിന് മുന്നേ നിസ്സാരമായി നമ്മുടെ കയ്യിൽ നോക്കി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതുപോലെ എന്ന് കേട്ടാൽ, എന്റെ ചെറുപ്പകാലം, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുറെ പേർക്കൊക്കെ അത് ബാധകമാണ്. മുത്തശ്ശിമാര് നമ്മുടെ കണ്ണിലൊക്കെ നോക്കിയിട്ട് നിനക്ക് മഞ്ഞുനോവിന്റെ ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നോക്കുണ്ടായിരുന്നു, പഴയ മുത്തശ്ശിയും. എന്നിട്ട് അവർക്കൊരു ലാഭമുണ്ട്. എന്താണെന്ന് അറിയാമല്ലോ, രാവിലെ എണീറ്റ് ഉടനെ യൂറിൻ അവരൊരു പാത്രത്തിൽ ശേഖരിക്കുകയും അതിൽ കുറച്ച് ചോറ് ഇട്ട് നോക്കുകയും ചെയ്യും. ഒരു മണിക്കൂറിന് ശേഷം അവര് മൂത്രമോട്ട് തെളിച്ച് അതിന്റെ ചോറിന്റെ നിറം നോക്കും. അതിന് മഞ്ഞ നിറമുണ്ടെങ്കിൽ നിനക്ക് മഞ്ഞ നോവാണ്, അപ്പൊ ഇന്നുപോലെ കഷായം കുടിക്കണം, കീഴാർ നെല്ലി ഇടിച്ച് പിരിഞ്ഞ് അത് സമൂലം കഴിക്കണം. ഒരു 7 ദിവസത്തെ കഷായം കൂടി ആവുന്നതോടുകൂടി അസുഖം മാറി. ഇന്നിപ്പോ നമ്മൾ അങ്ങനെയല്ല. പനി വന്ന് ക്ഷീണം വന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ബ്ലഡ് പരിശോധിച്ചിട്ടാണ് മഞ്ഞുനോവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ഓക്കെ, കാലം മാറി. പക്ഷെ ഈ ലാഘവത്തിൽ ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് അവന് മഞ്ഞുനോവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു ലാഘവത്തിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരാളുടെ കൈ നോക്കിയിട്ട് ഈ പറഞ്ഞ രോഗങ്ങൾ ഏതെങ്കിലും കാർഡിയാക്കോ, വാദത്തിന്റെ റൊമാറ്റിക്കോ, അല്ലെങ്കിൽ കിഡ്നി ട്രബിളോ, ഡയബറ്റിക്കോ, യൂട്രസ് പ്രോബ്ലമോ വല്ലതും വരുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് പറയുവാൻ കഴിയും. ഒരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട. അത് പ്രൂവ്ഡ് ഒന്നാണ്. ഇത്തിരി ശാസ്ത്രം നമ്മുടെ ആൾക്കാർ എപ്പോഴും പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്, നമ്മുടെ കൈ മടക്കി വെച്ചാൽ ആ മടക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകളാണ് ഈ കയ്യിൽ കാണുന്ന രേഖകൾ എന്നാണ് പറയുക. അങ്ങനെയൊന്നുമല്ല. കൈ നമ്മളൊക്കെ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരാളിന് വേണമെങ്കിൽ 1, 2, 3 മാസം അവരുടെ കൈ ഇങ്ങനെ വേണമെങ്കിൽ മുറുക്കി വെക്കാം. കയ്യിലെ രേഖയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. കയ്യിലെ രേഖകളൊക്കെ സയന്റിഫിക് ആണ്. ഇപ്പോ നമുക്ക് പ്രമാണം ചെയ്യാൻ പോകുമ്പോഴും, ഇപ്പൊ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ നമ്മളെ തമ്പ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. തമ്പ്, നമ്മുടെ പെരുവിരലിന്റെ അടയാളം അവിടെ പതിപ്പിക്കാറുണ്ട്. എന്താ പറയുന്നത്? ഒരേപോലുള്ള തമ്പ് ഇംപ്രഷനുള്ള മറ്റൊരാൾ ഈ ലോകത്ത് ഉണ്ടാകില്ലെന്നാണ്. കോടാനുകോടി മനുഷ്യരുള്ള ഈ ലോകത്ത് നമ്മുടെ ഒരാളുടെ കയ്യിലുണ്ടായിരിക്കുന്ന തമ്പിന്റെ ഇംപ്രഷൻ, ആ മാർക്കിംഗ്, അടയാളം മറ്റൊരാളിന്റെ കയ്യിൽ ഉണ്ടാകില്ലെന്നാണ് പറയുക. അത് ശാസ്ത്രമാണ്. ഈ കയ്യിലുണ്ടായിരിക്കുന്ന ഈ മാർക്കിങ്സ്, ഈ ചുളിവ്, ഈ ചുറ്റ്, ഈ വലയങ്ങൾ, അത് സയന്റിഫിക് ആണെങ്കിൽ ഉറപ്പ് ഈ കയ്യിൽ കാണുന്ന രേഖകളും സയന്റിഫിക് തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നമ്മുടെ ജന്മനാൽ നമ്മുടെ എംബ്രിയോ അതിന്റെ വളർച്ച തുടങ്ങുന്ന ആദ്യത്തെ 7 ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ ത്വക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക. ആ ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ DNA ആയിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അതിനകത്ത് വരുന്ന ഈ മടക്കുകളും ചുളിവുകളും എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കാനുള്ള അവസരം. ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും പ്രൊഫഷണൽ
ഫോർച്യൂൺ ടൊള്ളേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കുറച്ചുപേരുണ്ടാവും ജ്യോതിഷത്തിലൊക്കെ വളരെയധികം അറിവ് നേടിയ കുറച്ച് ആൾക്കാര് ഒരുപക്ഷെ ജ്യോതിഷത്തോടൊപ്പം പാമിസ്ട്രി കൂടെ കിട്ടിയാൽ കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഫലം പറയാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഒരു പകുതിയിലധികം ആൾക്കാരും ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് പഠിക്കുന്നവരാണ്. ഇപ്പൊ പാമിസ്ട്രി പഠിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ഗുണം എന്ന് ചോദിക്കാം. ഇപ്പോ ജ്യോതിഷം പ്രവചിക്കുന്ന ഒരു ഷാർപ്പ്നെസ് ഉണ്ട്. നമ്മുടെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല ലാൽമാഷ് നടത്തുന്ന പഠനശാലയില് ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ടെൻത്തിലുമുണ്ട്. ജ്യോതിഷത്തിന്റെ 2 or 3 നിലവാരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്. വാസ്തുവുണ്ട്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു ഒന്നാണ്. അതിൽ ഒരു സബ്ജക്റ്റായിട്ട് മാത്രമാണ് നമ്മൾ പാമിസ്ട്രിയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് പഠിച്ചാൽ നമുക്ക് എന്ത് നേട്ടം? ഒരുപാട് നേട്ടം. ഒന്ന്, നമുക്ക് നമ്മളെ തിരിച്ചറിയുവാൻ കഴിയും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒന്ന്, നമുക്ക് നമ്മളെ തിരിച്ചറിയുവാൻ കഴിയും. നമ്മളുടെ കുഴപ്പങ്ങളും കുറവുകളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് തിരിച്ചറിയുവാനും അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യുവാനും നമുക്ക് കഴിയും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൂടെ നോക്കാനകത്തെടുക്കാം. നമുക്ക് വ്യക്തികളെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ കൈകൾ പരിശോധിച്ചാൽ അവർക്ക് വരാൻ പോകുന്ന കുഴപ്പങ്ങളും ദോഷങ്ങളും നമുക്ക് മുൻകൂട്ടി കണ്ടെത്തുവാനും പരിഹാരം കണ്ടെത്തുവാനും കഴിയും. ഇതൊന്ന് എനിക്ക് മറ്റു ചിലത് കൂടിയുണ്ട്. നമ്മൾ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിൽ വളരെ ദൂരെ യാത്ര ചെയ്യുക. നമ്മൾ അടുത്തിരിക്കുന്നയാൾ അയാൾ ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അയാൾ പറയാതെ അയാൾ ആരാണ് എന്ന് അയാളുടെ കൈ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കേൾക്കാം, യാത്രയിൽ കൂടെ ഇരിക്കുന്ന ആളുടെ കൈ പിടിച്ചു നോക്കാൻ പറ്റുമോ എന്ന് കേട്ടാൽ വേണ്ട, പിടിച്ചൊന്നും നോക്കണ്ട. അയാൾ വെറുതെ കൈവച്ചെക്കുമ്പോൾ ആ കൈയിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കുക എന്നുള്ളൊരു സ്വഭാവം നിങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അയാളെ കൈ ഒന്ന് കാണാൻ കഴിയും. കണ്ടാൽ ഈ വന്നിരിക്കുന്നവനൊരു കള്ളനാണോ, ഒരു ചതിയനാണോ, ഒരു പിടിച്ചുപടിക്കാരനാണോ, അതോ ഒരു കൊലപാതകിയാണോ, മാർഡറാണോ എന്ന് ആ കൈ കാണുന്ന നിമിഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അത്ര ഷാർപ്പാണ്. അത് വലിയ നോളജിന്റെ ആവശ്യമൊന്നുള്ളതൊന്നും അല്ല. വളരെ പ്രാഥമികമായിട്ടുള്ള പാമിസ്ട്രിയുടെ ബേസിക് നോളജ് നമുക്കുണ്ടായാൽ പോലും നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സഹയാത്രികൻ, നമ്മളെ കൂടെ ഇരിക്കുന്നയാൾ, അല്ലെങ്കിൽ നമ്മോടൊപ്പം ബിസിനസ്സിന് പങ്കാളിത്തം ചോദിച്ചു വരുന്നയാൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചു വരുന്നയാൾ, അല്ലെങ്കിൽ നമ്മളെ സഹകരിക്കാൻ വരുന്നയാൾ, നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സഹായികളായി നിൽക്കുന്നവർ, ഇവരൊക്കെ ചതിക്കുന്നവരാണോ, കള്ളന്മാരാണോ, പറ്റിക്കുന്നവരാണോ എന്നറിയാൻ അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട. അവരുടെ കൈ ഒന്ന് അബദ്ധത്തിൽ നോക്കിയാൽ നമുക്ക് ഉറപ്പായി തിരിച്ചറിയുവാൻ കഴിയും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒന്ന് കൈയുടെ രൂപം വെച്ചൊരു പഠനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ 5 വിരലുകൾ, അതായത് 4 വിരലും തായ് വിരലും, 5 വിരലുകളെ കുറിച്ചൊരു വിശകലനം, ഒരു പഠനവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കയ്യിലെ ഓരോ മണ്ഡലം, നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്ന പോലെ തന്നെ കയ്യിൽ മണ്ഡലങ്ങളുണ്ട്. വ്യാഴനെന്നും ബുധനെന്നും ശുക്രനെന്നും ശനിയെന്നും ഒക്കെ പറയുന്ന മണ്ഡലങ്ങൾ കയ്യിലുണ്ട്. ആ മണ്ഡലത്തെ ബേസ് ചെയ്തൊരു പഠനമുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കയ്യിലെ രേഖകളെ കുറിച്ചുള്ള പഠനമാണ്.
കയ്യിൽ പ്രധാനമായിട്ടും ആയുർരേഖയുണ്ട്, ശിരോരേഖയുണ്ട്, ഹൃദയരേഖയുണ്ട്, ഭാഗ്യരേഖയുണ്ട്, ആദിത്യരേഖയുണ്ട്, സന്താനരേഖയുണ്ട്, വിവാഹരേഖയുണ്ട്, ശത്രുരേഖയുണ്ട്. ഇങ്ങനെ ഒരു കുറേ രേഖയുണ്ട്. ഈ രേഖകളെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കുക. ഇത്രയാകുമ്പോഴാണ് നമുക്ക് ഈ പഠനം ഒരു പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു ബേസിക് എഡ്യൂക്കേഷൻ മാത്രമാണ് നിങ്ങൾക്ക് പാരൻസ് കിട്ടുക. ബേസിക്. ആ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അറിവ് വലുതാക്കാൻ കഴിയും. വായനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും. അപ്പൊ ഈ 6 മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ് കൊണ്ട് അടിസ്ഥാനപരമായി എങ്ങനെ പാരൻസ് പഠിക്കണം ഒരാളിനെ കണ്ടാൽ ഈ ക്ലാസ് തീരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ലാസ് തീരുമ്പോൾ ഒരാള് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയാൽ തെറ്റുകൾ ഒന്നും വരാതെ ഒരു 10 പോയിന്റ് മിനിമം, ഞാൻ പറഞ്ഞ മിനിമം 10 പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മിനിമം 10 പോയിന്റ്. ഞാൻ പഠിക്കാതിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് 10 പോയിന്റ് അല്ല, 5 കാര്യം. ഒരാളിന്റെ 5 കാര്യങ്ങളെങ്കിലും തെറ്റുകൂടാതെ പറയാൻ എനിക്ക് കഴിഞ്ഞാൽ എന്നാഗ്രഹിച്ച ആളാ ഞാൻ. ഇന്നിപ്പോ 1 മണിക്കൂറൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളോട് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ ഈ ക്ലാസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്നാൽ ക്ലാസ് കഴിയുമ്പോൾ ഉറപ്പായിട്ട് 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 പോയിന്റ് കയ്യിൽ നിന്ന് കിട്ടും, വിരലിൽ നിന്ന് കിട്ടും. ഇതിലൊരു 7 പോയിന്റ് മിനിമം നമുക്ക് മണ്ഡലത്തിൽ നിന്ന് കിട്ടും. അപ്പൊ തന്നെ 5, 7, 12 പിന്നെ ഒരു 5 രേഖയിൽ നിന്നൂടെ ഒരു 5 എണ്ണാവുമ്പം അവ ഒരു 17 മിനിമം. ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, 5 വിരലിൽ നിന്ന് 5 സ്റ്റേറ്റ്മെന്റ്, 5 മണ്ഡലത്തിൽ നിന്ന് 7 മണ്ഡലത്തിൽ നിന്ന് 7 സ്റ്റേറ്റ്മെന്റ്, 12. പ്രധാനപ്പെട്ട രേഖകളിൽ നിന്ന് ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെയും മിനിമം 20 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉറപ്പായി പറയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ പറഞ്ഞത് 20 അല്ല, 10. ആ 10 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റും, പറയാൻ പറ്റണം. അതിന് വേണ്ടത് വേറൊന്നുമല്ല, കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, തരുന്ന നോട്ട്സ് പഠിക്കുക. ഇത് 2 ചെയ്താൽ മതി. പിന്നെ ഇതിനൊരു കുഴപ്പമുള്ളത്, ഇന്ന് പഠിച്ച കാര്യം നാളെ മറന്നുപോകും. അപ്പൊ വീണ്ടും 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 വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ ഒരു കാര്യം, നിങ്ങളുടെ ഈ വിരൽ, തായ് വിരൽ, തമ്പ്, തായ് വിരൽ, തായ് വിരൽ കണ്ടല്ലോ. ഈ തായ് വിരലിന്റെ ഇവിടെ കണ്ടോ ഒരു ലൈൻ ഉണ്ട്, മടക്ക്. നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പിക്ചർ ഉണ്ടാവും. അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പിക്ചർ ഇവിടെ ഉണ്ട്, പറയുമ്പോൾ പിക്ചർ കൂടി ഉണ്ടാവും. ഇന്നിപ്പോ പിക്ചർ ഇട്ടില്ല, അത് സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പിക്ചർ ഇടാത്തത്. അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ട് പിക്ചർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഭാഗത്ത് ഒരു ലൈനുണ്ട്. ഈ ക്ലാസ് ഇരിക്കുന്നതിൽ കുറെ അധികം പേരുടെ കയ്യിൽ ഈ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ആയിരിക്കും. ഈ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ആയിട്ടായിരിക്കും കാണുക. ഇങ്ങനെ ചുരുക്കം ചിലരുടെ കയ്യിൽ ആ ലൈൻ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈ മധ്യഭാഗത്ത് വന്നിട്ട് ഒന്ന് ഉയർന്ന് പൊളഞ്ഞ് ഒരു എന്താ പറയാ ഒരു ചെറിയ ഒരു നെൽമണിയുടെ, ഒരു ഗോതമ്പ് മണിയുടെ ആകൃതിയിൽ ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും മധ്യഭാഗത്ത്. ചിലർക്ക് സ്ട്രൈറ്റ് ആയി കാണും, മറ്റു ചിലർക്ക് ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ഇടപിരിഞ്ഞ് ഇങ്ങനൊക്കെ ഒരു റൗണ്ട് പോലെയോ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം ഇവിടെ ഉണ്ടാവും. ഐലൻഡ് എന്ന് അതിനെ പറയും, വീറ്റ് അടയാളം എന്ന് പറയും, നെൽമണിയുടെ ഇത് പറയും. അപ്പൊ ഇങ്ങനൊരു അടയാളം കൂടെ ഉണ്ടാകുന്നതാണ്. അത് ഈ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ഫലം പറയും. അവിടെ വേറെ ഒരു ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ലൈൻ മാത്രമാണ് അവിടെ കാണുന്നത് എങ്കിൽ അവരുടെ ജീവിതത്തിൽ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായി. സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും ഇക്കൂട്ടം.
അവർക്ക് ഭക്ഷണം കൈവശം ഉണ്ടെങ്കിൽ പോലും കൃത്യമായി ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരാണ്. എന്നാൽ ഇങ്ങനെ ഈ ഭാഗത്ത് ഒരു ഐലൻഡ് ഫോർമേഷൻ ഉണ്ട് എങ്കിൽ, ഇപ്പോ നിങ്ങൾ എന്റെ കൈ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐലൻഡ് അടയാളം കാണുന്നുണ്ട് ഇല്ലേ? പൂർണ്ണമായിട്ടില്ല, ഒരു ഇതുണ്ട്. ആ ലൈനിനോട് മുകളിൽ മറ്റൊരു ലൈൻ കൂടെ വന്ന് ഇപ്പുറത്തോട്ട് ചേർന്ന വിധത്തിലൊരു ബൈഫർക്കേഷൻ കാണാമല്ലോ. അത് ഉണ്ടല്ലേ ആ മധ്യഭാഗത്തായിട്ട്? അത് ഒരെൻഡ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല, മറ്റൊരെൻഡ് കാണാൻ കഴിയും. ഇതാണ് ഐലൻഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞത്. ഈ ഐലൻഡ് ഫോർമേഷൻ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, കൃത്യനിഷ്ഠയോട് ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും. അവര് പിറന്ന പറയുന്നത് ഇഷ്ടപൂജ്യം കിട്ടുമെന്നാണ്. അവർക്ക് ജീവിതത്തിൽ ആഹാരത്തിന് ബുദ്ധിമുട്ട് വരില്ല എന്നാണ്. ആദ്യം പറഞ്ഞവർക്ക് ബുദ്ധിമുട്ട് വരുമെന്നല്ല, അവരുടെ ആഹാരം കൈവശം ഉണ്ടായിരുന്നാൽ പോലും സമയത്ത് കഴിക്കാൻ കഴിയാത്തവര്, വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടർ അങ്ങനെയല്ല. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടർ അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം, അവരാഗ്രഹിക്കുന്ന ഭക്ഷണം അവർക്ക് കൃത്യമായി ലഭിക്കും. എന്നുവെച്ചാൽ ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല അവരുടെ ലൈഫ്. ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം. നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. ആ ഐലൻഡ് ഫോർമേഷൻ ഉണ്ടായിരുന്നാൽ ഉറപ്പായിട്ടും അവർക്ക് കൃത്യമായ ഭക്ഷണം, സൗഖ്യം കിട്ടും എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ വിരൽ, തമ്പ്, ഈ തമ്പിന്റെ ഈ വിരല് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാൽ നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ചില ആൾക്കാരുടെ ഈ തമ്പ് ഇങ്ങനെ പിടിച്ചാൽ അത് വളഞ്ഞ് ഇങ്ങനെ പുറകിലൊക്കെ വരും. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തമ്പ് പിടിച്ച് വളച്ചാൽ നേരെ ഇങ്ങോട്ട് താഴേക്കൊക്കെ ഇങ്ങനെ വളഞ്ഞു വരും. ചില ആൾക്കാരുടെ ആണെങ്കിൽ അത് ബലമൊന്നും കാണില്ല. ചില ആൾക്കാരുടെ ആണെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാൽപ്പം പോലും അനങ്ങില്ല, അവിടെ നിൽക്കും. മറ്റേ ആൾക്കാരാണെങ്കിൽ ലേശം പിന്നോട്ട് വളയും. ഇതിപ്പോ ലേശം പിന്നോട്ട് വളയും, ലേശം. പക്ഷെ എങ്കിലും അതൊന്ന് ഉറച്ചു നിൽക്കുകയാണ്, വേണ്ടിയാൽ ലേശം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നിപ്പോ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കൈയുടെ വിരലുകളുടെ ഉടമകളാണ്. ഈ യഥേഷ്ടം വിരലുകൾ പുറകോട്ട് വളയുന്നവരാണെങ്കിൽ അറിയുക, ഒരു ഉറച്ച തീരുമാനം അവർക്ക് ഒരു കാര്യത്തിലും ഉണ്ടാകില്ല. ചിലപ്പോൾ തീരുമാനം ഉണ്ടാവും, ആ തീരുമാനം പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ടാകില്ല. ഉറച്ച തീരുമാനം ഒരു കാര്യത്തിലും അവർ പ്രകടിപ്പിക്കുകയില്ല. സമയത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അവർ തീരുമാനം മാറ്റും. ആൾക്കൂട്ടത്തിനനുസരിച്ച്, ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് കാര്യത്തിലാണോ ഉള്ളത് അവരോടൊപ്പം നിൽക്കും. ആൾക്കൂട്ടത്തിന്റെ നീതിയാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. ഒരു കാര്യത്തിലും അവർക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കില്ല. ഈ അല്പവും അനങ്ങാത്ത ആൾക്കാർ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ഒരു ലേശം പോലും അനങ്ങാത്ത ആൾക്കാർ, അവര് ഞാൻ പിടിച്ച മുയലിനെ പിടിച്ചപ്പോൾ 3 കൊമ്പുണ്ടായിരുന്നു, ഇപ്പം കൊമ്പ് ചിലപ്പോൾ 4 2 എന്ന് എനിക്കറിയില്ല. ഇതാണ് അവരുടെ പോളിസി. അവർ പറയുന്ന തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും, കടുകിട മാറ്റം അവർക്ക് ഉണ്ടാകില്ല. ഉറച്ച തീരുമാനമാണ്. ഒരു എന്താ പറയാ, ഒരു മക്കടമുഷ്ടിക്കാരനാണെന്ന് പറയാം. അയാളെ ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല. ഒരു വിഷയവും അയാൾക്ക് ബോധ്യപ്പെടുകയും ഇല്ല. അതാണ് അയാളുടെ പ്രത്യേകത. ഒരു വിഷയവും അയാൾക്ക് ബോധ്യപ്പെടുകയും ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേണാണ്, പക്ഷെ അല്പം മാറും, അല്പം വളയും, ലേശം. ആ ലേശത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനത്തിലേക്ക് എത്താം. ഉറച്ച തീരുമാനമുണ്ട്, ഏത് വിഷയത്തിനും ഉറച്ച തീരുമാനമുണ്ട്. എന്നാൽ എടുത്ത തീരുമാനം തെറ്റ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇക്കൂട്ടർ തിരുത്താൻ തയ്യാറാകും. സമ്മതിച്ചു തരാൻ ചിലപ്പോൾ തയ്യാറാകില്ല, പക്ഷെ അവർ തിരുത്താൻ തയ്യാറാകും. ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാകും. ബോധ്യപ്പെടണം അവർക്ക്. ബോധ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും അവർ ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകും. ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഈ പറഞ്ഞ ഒരു ജാതി വിരലിനോട് ബന്ധമുള്ളവരായിരിക്കും. ഇപ്പൊ ഫലത്തിൽ
രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു വിരലിൽ നിന്നും, ഞാൻ പറഞ്ഞത് ഒരു വിരലിൽ നിന്ന് ഒരു കാര്യം പറയാവുന്നതാണ്. അപ്പൊ ഒരു വിരലിൽ നിന്ന് നിങ്ങൾ തന്നെ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാനും പോകുന്നില്ല, കാരണം നിസ്സാര കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ ഒന്ന്, ഈ രണ്ട് കാര്യത്തിലും ഒന്ന് നിങ്ങൾ തന്നെയാണ് എക്സാമ്പിൾ. ഏതായിരുന്നാലും ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആരാണെന്ന് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഈ ശാസ്ത്രത്തിന്റെ തന്നെ പ്രത്യേകത. നമ്മൾ ചെറിയ രേഖകൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നു മുതൽ നിങ്ങൾ എവിടെ നിങ്ങളൊക്കെ താമസിച്ചുള്ള പുസ്തകം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്തൊക്കെ വായിക്കുമ്പോൾ ആയുർരേഖ എടുത്ത് വായിച്ചാൽ അതിനകത്തൊരു കാര്യം, ആയുർരേഖ എന്ന് പറഞ്ഞത് ഈ തായ് വിരൽ ഉണ്ടല്ലോ, ഇതാ ഈ തായ് വിരലിനെ ചുറ്റിക്കാണുന്ന ഈ രേഖയാണ് ആയുർരേഖ എന്ന് പറയുന്നത്. ഇത് തായ് വിരലിനെ ചുറ്റിക്കാണുന്ന ഈ രേഖയാണ് ആയുർരേഖ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഈ ആയുർരേഖയ്ക്ക് നീളം കുറഞ്ഞു പോയാൽ അൽപായുസ് എന്ന് പറയും. അങ്ങനെ ഒരു ഏത് പുസ്തകം എടുത്താലും, നിങ്ങൾ ഏത് പ്രാമിസ്റ്റുള്ള പുസ്തകം എടുത്താലും ആയുർരേഖയ്ക്ക് നീളം കുറഞ്ഞു പോയാൽ അൽപായുസാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഈ ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും നോക്കുമ്പം ഒരു രണ്ടുപേരുടെ കയ്യിലെങ്കിലും ആ രേഖയ്ക്ക് നീളം കുറവാണ് എന്നുണ്ടാവാം. നിയമം രണ്ടുപേരുടെ കയ്യിലെങ്കിലും ആ രേഖയ്ക്ക് നീളം കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പം അൽപായുസാണോ? അല്ല, ഒരു കാരണവശാലല്ല. കാരണം ഒരാളുടെ ആയുസ് നിർണ്ണയിക്കുന്നത് ആയുർരേഖ മാത്രമല്ല. ആയുർരേഖ ഒരാളുടെ ആയുസ്സിന്റെ കാലഘട്ടത്തെ അല്ല, ജീവിതചര്യയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. ഒരാളുടെ ആയുസ് നിർണ്ണയിക്കാൻ അയാളുടെ ശിരോരേഖ നോക്കും, അയാളുടെ നെറ്റിയിൽ എത്ര ചുളിവുണ്ടെന്ന് നോക്കും, ഈ കൈയുടെ ഈ മണിബന്ധത്തിൽ ഇവിടെ എത്ര രേഖയുണ്ടെന്ന് നോക്കും, പിൻകഴുത്തിൽ എത്ര രേഖയുണ്ടെന്ന് നോക്കും. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഒരാളുടെ ആയുസ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇന്ന് പുസ്തകം വായിച്ചിട്ട് ആയുർരേഖയുടെ നീളം കുറവാണെങ്കിൽ അല്പായുസാണെന്ന് ധരിച്ചു കളയരുത്. നീളം വളരെ കുറഞ്ഞ ആൾക്കാർ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ രേഖകളും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേ, ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന കയ്യില് ഈ രണ്ട് രേഖകൾ, ഒന്നതിന്റെ ആയുർരേഖയും, ഇത് ആയുർരേഖ, അതിന്റെ തൊട്ട് മുകളിൽ രേഖയുണ്ട് ശിരോരേഖ. കുറെ പേരുടെ കയ്യിലെങ്കിലും ആ രേഖ ഇതുപോലെ ചേർന്നിരിക്കും. ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ ഈ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അടുത്ത ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഡയഗ്രാംസും ഒക്കെ ഇട്ട് തന്നെ പോവാം. ഇപ്പൊ ഈ കയ്യിൽ കാണുന്ന പോലെ ചേർന്ന് കാണാം. കുറെ പേരുടെ കയ്യിൽ ഇതുപോലെ അത് അകന്ന് കാണും. രണ്ടും തമ്മിൽ ചേരാതെ അകന്ന് കാണും. ഇപ്പൊ ചുരുക്കം ചിലരുടെ കയ്യിൽ ഇത് അടുത്തിങ്ങനെ ചേർന്ന് കാണാം, കുറച്ചുപേരുടെ കയ്യിൽ അകന്ന് കാണും. അതിപ്പോ ഈ ക്ലാസ് ഇരിക്കുന്ന എല്ലാവരിലും ഇതുണ്ടാവും. ആയുർരേഖയും അതിന് തൊട്ട് മുകളിൽ കാണുന്ന രേഖയും കൂടെ ചേർന്നാണ് അഗ്രം കാണുന്നത് എങ്കിൽ ഒരു കാര്യകാരണ സഹിതം ചിന്തിച്ചുറച്ച് തീരുമാനത്തിലെത്തുന്ന ആളായിരിക്കും. കാര്യകാരണ സഹിതം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുന്ന ആൾക്കാരായിരിക്കും ശിരോ രേഖകൾ തമ്മിൽ ചേർന്നിരിക്കുന്നവർ. എന്നാൽ ചേരാതെ ഈ രണ്ട് രേഖയും തമ്മിൽ ചെറിയ അകലമുണ്ട് എങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരും ആ തീരുമാനത്തിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അവർ പെട്ടെന്നൊരു തീരുമാനത്തെടുക്കുകയും ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത ഉള്ളത്, അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പിന്നെ മാറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. വാക്കിന് സ്ഥിരതയുള്ളവരായിരിക്കും. പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോകാത്തവരായിരിക്കും. ഉറച്ച നിലപാടുള്ളവരായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവർ ഏതെങ്കിലും കാര്യം ചെയ്താൽ, എക്സിക്യൂട്ട് ചെയ്താൽ ധനപരമായ നഷ്ടം അതിലുണ്ടാകുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലോ? അവരൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, വളരെ വൃത്തിയായിട്ട് ജോലി പൂർത്തീകരിക്കും.
പക്ഷെ കണക്കെടുക്കുമ്പോൾ അതിൽ നഷ്ടം ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ 100 രൂപ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വർക്ക് ഇവരാണ് ചെയ്യുന്നതെങ്കിൽ അത് 100 സ്ഥാനത്ത് അത് 110 രൂപയായിട്ട് മാറും. പക്ഷെ വർക്കിന് പെർഫെക്ഷൻ ഉണ്ടാവും. പക്ഷെ വിചാരിച്ചിരുന്നു എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് 90 രൂപയ്ക്ക് തീർക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവരങ്ങനെ അല്ല. ഈ ധനവിനിയോഗ കാര്യത്തിൽ ഇവരുടെ ചിന്ത അത്ര കോൺസെൻട്രേറ്റ് അല്ല. ധനപരമായ നഷ്ടം അവരുടെ പ്രവൃത്തികൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇതൊക്കെയാണ് പാമിസ്ട്രി കൊണ്ടുള്ള നേട്ടങ്ങൾ. നമ്മുടെ വ്യക്തിപരമായുള്ള ദൗർബല്യങ്ങൾ, നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതം, ഇതൊക്കെ നമ്മുടെ ഈ പാമിസ്ട്രി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഇതിന് ഡേറ്റ് ഓഫ് ബർത്തോ അവരുടെ സമയമോ ഇതൊന്നും വേണ്ട. ഈ കൈയുടെ രേഖ മാത്രം കിട്ടിയാൽ മതി. ആ കൈയുടെ രേഖയും കൈയുടെ നിറവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചയിൽ കിട്ടുന്നതാണ്. അത് കിട്ടിയാൽ ഉറപ്പായി ഒരു വ്യക്തിയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുവാൻ, ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാൻ നമുക്ക് മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ല. നമ്മുടെ സഹോദരങ്ങളുടെയോ നമ്മുടെ മക്കളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് കണ്ടെത്താനും പറയാനും കഴിയും. ഇത് മനുഷ്യനെ മനസ്സിലാക്കാൻ, സ്വയം മനസ്സിലാക്കാൻ, നമുക്ക് നമ്മളെ തന്നെ പഠിക്കാൻ, വ്യക്തിപരമായി നമ്മളെ പഠിക്കാൻ, നമ്മൾ അടുത്തിരിക്കുന്ന ആളിനെ പഠിക്കാൻ, നമ്മുടെ സുഹൃത്തിനെ പഠിക്കാൻ, നമ്മളുടെ അടുത്ത് സഹായം തേടി വരുന്ന ആളിനെ പഠിക്കാൻ, അയാളുടെ ജാതകമോ ഡേറ്റ് ഓഫ് ബർത്തോ ഇതൊന്നും വേണ്ട. നമ്മൾ സഹകരിക്കാൻ പോകുന്ന ആള് ആര് എന്നറിയാൻ നമ്മൾ അടുത്തിരിക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം നമ്മളുടെ സുഹൃത്ത് നമ്മളെ ചതിക്കുന്നവനാണോ, നമ്മളെ കൂടെ നിൽക്കുന്നവനാണോ, ആപത്തിൽ കൈവടിയുന്നവനാണോ, ഇതൊക്കെ നമുക്ക് പറയാൻ ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു ശാസ്ത്രം പഠിക്കാൻ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിലേക്ക് വന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ എന്താ പറയാ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ അടക്കം വെച്ച് നമുക്ക് ഈ ക്ലാസ് പഠിക്കാം. ഇന്ന് വന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത ക്ലാസ് 30-ാം തീയതിയാണ്. 11:45 സമയം. എന്തെങ്കിലും സംശയം, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്കിപ്പോ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കും. കേട്ടില്ല. നോട്ട്സുകള് നമ്മുടെ ക്ലാസ്സിൽ തന്നെ സാറ് പറഞ്ഞു തരും. പിന്നെ ഇതിന്റെ എല്ലാ പിക്ചറുകളും നമ്മൾ സ്ക്രീൻ പ്രസന്റേഷൻ ആയിട്ട് സ്ക്രീനിൽ കാണിക്കും. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ആ സ്ക്രീൻ പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ഈ സാറ് പറയുന്ന കൈകള്, രേഖകൾ ഇതെല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വരച്ചെടുക്കാനുള്ള സമയം തരും. നിങ്ങൾക്ക് ഒരു ബുക്കിന്റെ ഒരു പേജിൽ ആ പടം വരച്ചെടുക്കാം. മറ്റേ പേജിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം. അതിനെല്ലാം പ്രത്യേക സമയം തരും. എല്ലാ നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. ആദ്യം സാർ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം നോട്ട്സും പറഞ്ഞു തരും. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവോ? ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കഴിയുന്നത്ര റെക്കോർഡിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ലഭ്യമാകാതിരിക്കുള്ളൂ. കോഴ്സ് അല്ലേ? എങ്ങനെയാണ്? കേട്ടില്ല. ഇതിന് ഒരു എക്സാം ഉണ്ടാവും. ലാസ്റ്റ് എക്സാമിന് ശേഷം പിന്നെ എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് തരും. ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഈ നമുക്ക് ഈ ഡ്യൂട്ടി ടൈം ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പം പിന്നെ ഇതിപ്പോ ആദ്യം ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഇത് 8ാമത്തെ ബാച്ചാണ്. രാത്രിയാണ് ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ കുറെ ആൾക്കാർ പകല് ക്ലാസ് നടത്താവെന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പകലുള്ള ബാച്ച് തുടങ്ങുന്നത്. എന്തായാലും നൈറ്റ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നൈറ്റ് ബാച്ചിലും ചേരാം. അതിപ്പോ എന്തായാലും 1 മാസം കഴിയുമ്പോഴത്തേക്ക് നൈറ്റ് ബാച്ച് തുടങ്ങും. അടുത്ത മാസം ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും. അതിന് ജോയിൻ ചെയ്യാം. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും റെക്കോർഡിങ് നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. കഴിയുന്നത്ര റെക്കോർഡിങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കും. ചില സാഹചര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്കിലും നമ്മൾ കഴിയുന്നതും തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ
ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ റെക്കോർഡിങ് തരും. ഇന്നത്തെ റെക്കോർഡിങ് തരും. നെക്സ്റ്റ് ക്ലാസ് 30-ാം തീയതി അല്ലേ? നെക്സ്റ്റ് ക്ലാസ് 30-ാം തീയതി 11:45-നാണ്. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, മറ്റു സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്റെ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കാം. ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.